നമ്മൾ ആദ്യം സാലറി ഡിസ്കസ് ചെയ്ത സമയത്ത് ആദ്യം ഞാനൊരു സ്ലൈഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സോട് കൂടെ അലവൻസസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊവിഡന്റ് ഫണ്ട്, സൂപ്പറാനുവേഷൻ ഫണ്ട്, വളണ്ടറി റിട്ടയർമെന്റ് കോമ്പൻസേഷൻ, ഈ മൂന്നെണ്ണം ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റിട്രെഞ്ച്മെന്റ് അതിന്റെ ഇടയിൽ ഓൾറെഡി ചെറിയൊരു ടോപ്പിക് ആയതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പെർക്വിസിറ്റ് നമുക്കൊരു 5-8 ദിവസം പെർക്വിസിറ്റ് മാത്രം സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ സാലറി നമുക്ക് ഓരോന്ന് ചെയ്ത് പോവാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം പ്രൊവിഡന്റ് ഫണ്ടിനെ പറ്റി, പിന്നെ സൂപ്പറാനുവേഷൻ ഫണ്ടിനെ പറ്റി, വളണ്ടറി റിട്ടയർമെന്റ് കോമ്പൻസേഷനെ പറ്റി. ഓക്കെ, പ്രൊവിഡന്റ് ഫണ്ട് നമുക്കറിയാം, PF എന്ന് പറഞ്ഞിട്ട് എംപ്ലോയീസ് അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നീക്കി വെക്കുന്ന, അവരുടെ സാലറിയിൽ നിന്ന് നീക്കി വെക്കുന്ന ഒരു തുകയാണ്. ഈ പ്രൊവിഡന്റ് ഫണ്ടില് ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും? പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യും, അതുപോലെ തന്നെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. രണ്ടുപേരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്ന സംഖ്യയാണ് ടോട്ടലി പ്രൊവിഡന്റ് ഫണ്ടിൽ ഉണ്ടാവുക. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ സാലറി എത്രയാണോ ആ സാലറിന്ന് എന്തായിരിക്കും കൊടുക്കുക ചെയ്യുക. എന്നാൽ എംപ്ലോയർ സെപ്പറേറ്റ് ഒരു എമൗണ്ട് ആണ് നോർമലി അതെന്ത് ചെയ്യുക ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് പ്രൊവിഡന്റ് ഫണ്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓർഗനൈസേഷനുകളിൽ ഉണ്ടാവുന്നതാണ്. റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൻ്റെതല്ലാത്ത മറ്റു സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അത് എന്നിട്ട് ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടാണ്. എന്നാൽ അങ്ങനെ ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടാത്ത പ്രൊവിഡന്റ് ഫണ്ടുകളാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊന്നും എന്താണെന്ന് അങ്ങനെ ചോദിക്കല്ല ചെയ്യുക, നമുക്കതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് വരുന്ന എമൗണ്ട്, അതിൽ ആരുടെയൊക്കെ എന്തൊക്കെ എമൗണ്ട് പ്രൊവിഡന്റ് ഫണ്ടിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, മറ്റൊന്ന് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് വരുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതുപോലെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന് വരുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത്രയും എമൗണ്ട് ആണ് ഒരു പ്രൊവിഡന്റ് ഫണ്ടിൽ ഉണ്ടാവുക. എന്തൊക്കെയാണ് പ്രൊവിഡന്റ് ഫണ്ടിൽ ഉണ്ടാവുക? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, പിന്നെ ഈ രണ്ടെണ്ണത്തിനും അക്കൗണ്ടിൽ വരുന്ന അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് വരിക. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, എംപ്ലോയ്മെന്റ് സമയത്ത് എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പം അത് ഗ്രോസ് ടോട്ടൽ സാലറിയിൽ ഇൻക്ലൂഡ് ആവും. ഓക്കെ, അത് ഓൾറെഡി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബേസിക് സാലറി, DA ഇതിൽ ഓൾറെഡി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഇയാളുടെ ടോട്ടൽ ഗ്രോസ് സാലറിയിൽ ഓൾറെഡി പെട്ട എമൗണ്ട് എന്നാണ് അയാൾ എടുത്തിട്ട് എന്ത് ചെയ്യുക PF കൊടുക്കുക. അതുകൊണ്ട് അത് പിന്നെ സെപ്പറേറ്റ് നമ്മൾ ആഡ് ചെയ്യാനൊന്നും പോകണ്ട. കാരണം ഒരാൾക്ക് കിട്ടുന്ന സാലറി, ബേസിക് പേ, DA, കമ്മീഷൻ, ബോണസ്, ഇങ്ങനെയുള്ള എല്ലാ എമൗണ്ടിൽ നിന്നും കുറച്ച് സംഖ്യകൾ ഡിഡക്ട് ചെയ്യും. ആ ഡിഡക്ട് ചെയ്യുന്ന സംഖ്യയിൽ PF പെടും. അപ്പൊ പിന്നെ സെപ്പറേറ്റ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പോകണ്ട, ആഡ് ചെയ്യാൻ പോകണ്ട. അതുകൊണ്ടാണ് ഗ്രോസ് ടോട്ടൽ സാലറിയിൽ ഇൻക്ലൂഡ് ആണ്, അത് ഇഗ്നോർ ചെയ്താൽ മതി. പക്ഷേ നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കുറക്കാനുണ്ട്. ആ കുറക്കുന്ന സമയത്ത് 80C ഡിഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കുക. എംപ്ലോയ്മെന്റ് സമയത്ത് ഇവർക്ക് കിട്ടുന്ന പൈസ എന്താണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ലാസ്റ്റ് ഇത് റിട്ടയർമെന്റ് സമയത്ത് ഇത് ബൾക്കായി കിട്ടും. ആ സമയത്ത് എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്നാണ് നോക്കുന്നത്. അപ്പൊ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അയാളുടെ സാലറിന്ന് കൊടുക്കുന്ന എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് ആ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നേരെ മറിച്ച് അയാൾക്ക് ലാസ്റ്റ് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ട് ടോട്ടൽ ഇൻകം കാണുന്ന സമയത്ത് അവിടെ ഡിഡക്ഷൻ അനുവദിക്കപ്പെടും. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ഒന്നും കൂടെ മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാം. ഒരാളുടെ ബേസിക് പേ എന്ന് പറയുന്നത് 5000 രൂപയാണ്.
5000 ഉള്ള 50,000 ആക്കാം. ഓക്കെ, മന്ത്ലി. അതേപോലെ തന്നെ അയാളുടെ DA എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ഇയാൾ PF-ലേക്ക് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് മാസം മാസം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 8,000 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ 8,000 രൂപ ഈ എമൗണ്ടിലേക്ക് ഇനി കൂട്ടണ്ട, കാരണം ഓൾറെഡി ഈ സംഖ്യയിൽ പെട്ടതാണ് 8,000. ഇതൊന്നും എടുത്തിട്ടാ കൊടുക്കുക. അതാണ് ഉദ്ദേശിച്ചത് ഗ്രോസ് ടോട്ടൽ സാലറി കാണുമ്പോൾ കൂട്ടണ്ടാന്ന്. എന്നാൽ ഇനി അയാളുടെ ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ സാലറി, ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ട്, ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞാൽ 60,000 ഇൻറ്റു 12 അല്ലെ. ഇത് ടോട്ടൽ 60,000 ഇൻറ്റു 12 7,20,000 ഉണ്ടാവും. ഈ 7,20,000 പിന്നെ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. എല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ വേറെ ഇൻകം ഒന്നും ഇല്ലെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഗ്രോസ് ടോട്ടൽ ഇൻകം 7,20,000 ആവും. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഇയാൾ മാസം മാസം 8,000 കൊടുത്തിട്ടുള്ളേ 98,000 രൂപ. 98,000 രൂപ എന്താണ്? 98,000 രൂപ ഇയാളെ 7 ലക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? 7,20,000 നിന്ന് കുറക്കാൻ പറ്റും. അപ്പൊ എത്ര വരും? 6,22,000 രൂപയാണ് അയാൾ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞ കാര്യം. ഗ്രോസ് ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇഗ്നോർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതെന്താണ്, സാലറിയിൽ പെട്ടതാണ്. പിന്നെ സെപ്പറേറ്റ് അതെടുത്ത് ഇനി ആഡ് ചെയ്യാൻ നിൽക്കണ്ട. എന്നാൽ ATC ഡിഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ATC ഡിഡക്ഷനിൽ കുറക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് പുറമെ എംപ്ലോയർ സെപ്പറേറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത് അയാളെ ഇൻകത്തിൽ പെടും, എന്നാൽ അത് എക്സംപ്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ്, ഇത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. 2 ഇൻട്രസ്റ്റും എക്സംപ്റ്റഡ് ആണ്. ഇനി ഇത് റിട്ടയർമെന്റ് സമയത്ത് നമുക്ക് ബൾക്കായിട്ട് ഒരു എമൗണ്ട് കിട്ടും, ആ എമൗണ്ട് ഫുള്ളി എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഇത്രയാണ് പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, വോയിസിൽ വന്ന് ചോദിക്കുക. ഏതെങ്കിലും ഏരിയയിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. 2 കോൺട്രിബ്യൂഷൻ വരും, അതിന് 2നും ഇൻട്രസ്റ്റ് കിട്ടും. അതെങ്ങനെയാണ്? എംപ്ലോയ്മെന്റിന്റെ സമയത്ത് എന്തായിരിക്കും, റിട്ടയർമെന്റിന്റെ സമയത്ത് അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? അതിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റുകളും റിട്ടയർമെന്റ് സമയത്ത് അയാളെ സാലറിയിൽ കൂട്ടണ്ട. പിന്നെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഓൾറെഡി സാലറിയിൽ കൂട്ടിയതാണ്, അപ്പൊ ഇനി സെപ്പറേറ്റ് അതെടുത്ത് കൂട്ടാൻ നിൽക്കണ്ട, ATC ഡിഡക്ഷൻ കിട്ടും ചെയ്യും. ഇത് ഓക്കെ ആണെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി റിട്ടയർമെന്റ് സമയത്ത് ലംസം എമൗണ്ട് ഇയാൾക്ക് കിട്ടും. അത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നാണ് ലംസം എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിന് പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ല, കാരണം അത് ക്വസ്റ്റ്യനിൽ തന്നാൽ ഫുള്ളി എക്സംപ്റ്റ് എഴുതാനേ നേരുള്ളൂ. അത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിനാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കാൽക്കുലേഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ കാൽക്കുലേഷൻ ഇല്ല, കാരണം അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ഇല്ല, ഒക്കെ എക്സംപ്റ്റ് അല്ല, പിന്നെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് നോക്കുക. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഇതേപോലെ എംപ്ലോയ്മെന്റ് സമയത്തും റിട്ടയർമെന്റ് സമയത്തും ഉള്ള എമൗണ്ട് ഉണ്ട്, കിട്ടുന്നതാണ് പറയുന്നത്. ഇതിൽ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എത്രയെന്ന് പറഞ്ഞിട്ട് എന്റെ അവസ്ഥ എന്താ നോക്കണം, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നോക്കണം. അതുപോലെ തന്നെ എന്ത് നോക്കണം? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ്. ഇതാണ് എക്സാമിന് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ശ്രദ്ധിക്കുക. ബാക്കി ഒരു പ്രൊവിഡന്റ് ഫണ്ടും എക്സാമിന് ചോദ്യം വരില്ല, കാരണം എന്താ? അതിൽ കാൽക്കുലേഷന് ഒരു പ്രസക്തി ഇല്ല. ഓക്കെ, അപ്പൊ ഇത് നോക്കുക എന്താണ് കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ,
എംപ്ലോയ്മെന്റ് സമയത്ത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്താണോ അത് ഓൾറെഡി അയാളെ സാലറിയിൽ ഇൻക്ലൂഡ് ആണ്. അത് ഇനി സെപ്പറേറ്റ് കാൽക്കുലേഷന്റെ ആവശ്യമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഗ്രോസ് ടോട്ടൽ സാലറിയിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇനി അത് വേറെ എടുക്കണോ? എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 80C ഡിഡക്ഷൻ നമ്മൾ നേരത്തെ 98,000 കുറച്ചില്ലേ, അങ്ങനെ കുറക്കാൻ ഓപ്ഷൻ ഉണ്ട്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ശ്രദ്ധിക്കുക. അവിടെ സാലറിന്റെ 12% കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ, സാലറിയുടെ 12% കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഏറെ കിട്ടിയ സംഖ്യ എത്രയാണോ അത് ടാക്സബിൾ ആണ്. അപ്പൊ എക്സംഷൻ എത്ര ശതമാനം വരെ വരും? 12% വരെ എക്സംഷൻ ഉണ്ട്. എന്തിന്റെ? സാലറിയുടെ. അവിടെ സാലറി എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് പേ, DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്, ടേൺ ഓവർ ബേസ്ഡ് കമ്മീഷൻ. ഇതിന്റെ ഒക്കെ 12%-ക്കാളും കൂടുതലായിട്ട് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ടാക്സബിൾ ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളുടെ സാലറി എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. 1,00,000 രൂപയാണ്. ഇയാള് എംപ്ലോയറെ ഭാഗത്തുനിന്ന് PF കിട്ടിയ പൈസ എന്ന് പറയുന്നത് 15,000 രൂപയാണ്. 15,000 രൂപയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1,00,000-ന്റെ 12% എന്ന് പറഞ്ഞാൽ 12,000 രൂപയാണ്. അപ്പൊ ഈ 15,000-ൽ നിന്നും 12,000 വരെ എക്സംപ്റ്റഡ് ആണ്. ബാക്കി 3% 3,000 രൂപ ടാക്സബിൾ ആണ്. അത്രേ ഇവിടെ മനസ്സിലാക്കാനുള്ളൂ. മറ്റൊരു എക്സാമ്പിൾ നോക്കുക. ഒരാളുടെ സാലറി എന്ന് പറയുന്നത് ഒരു 4,00,000 രൂപയാണ്. സാലറി, ബേസിക് പേ എല്ലാം കൂടെ കൂട്ടിയിട്ട് 4,00,000 രൂപയാണ്. PF ലേക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 60,000 രൂപ ഉണ്ട് എന്ന് കരുതുക. 60,000 രൂപ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ കിട്ടേണ്ട ആൻസർ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 60,000 ഉണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണ് ടാക്സബിൾ വരിക, എത്ര എമൗണ്ട് ആണ് നോൺ ടാക്സബിൾ വരിക? ഒന്ന് കമന്റിൽ വരട്ടെ. പന്ത്രണ്ട് ശതമാനം വരെ ടാക്സ് ഇല്ല, അതിന് മുകളിൽ എന്ത് കിട്ടുന്നോ അത് ടാക്സബിൾ ആണ്. ഒന്ന് കമന്റ് ബോക്സിൽ വരിക. കൂട്ടിയിട്ട് കിട്ടുന്നില്ലടോ. ടാക്സബിൾ എത്ര എക്സ്ട്രാ വരുന്നത്? അപ്പൊ നോക്കുക, നോൺ ടാക്സബിൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. 4,00,000-ന്റെ 12% എടുക്കുക. 4,00,000 ഇൻറ്റു 12%. 4,00,000-ന്റെ 12% എത്ര? 4,00,000-ന്റെ 12% എന്ന് പറഞ്ഞാൽ 48,000. ഇത് ടാക്സബിൾ അല്ല. അപ്പൊ 40 ടാക്സബിൾ അല്ല. അപ്പൊ 60,000-ന്ന് പിന്നെ ബാക്കി നമ്മള് 48,000 കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അത് ടാക്സബിൾ ആണ്. അത്ര ഇതിൽ ഇംപ്ലിക്കേഷൻ ഉള്ളൂ. ഇത് നല്ലപോലെ മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രൊവിഡന്റ് ഫണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റും എക്സാമിന് ചോദിക്കുന്നതും RPF മാത്രമാണ്, വേറൊന്നുമില്ല. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത്? അടുത്ത പോയിന്റ്, അതായത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് പറഞ്ഞു ഓൾറെഡി ഇൻക്ലൂഡ് ആണ്. പിന്നെ ഇനി വേറെ നോക്കണ്ട. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന്റെ കാര്യം പറഞ്ഞു. ഇനി ഇൻട്രസ്റ്റ്, രണ്ടാളുടെ ഇൻട്രസ്റ്റ് നോക്കുക. ഇൻട്രസ്റ്റ് കിട്ടുന്നത് 9.5% കൂടുതലാണെങ്കിൽ ടാക്സബിൾ ആണ്. ഉദാഹരണം, എന്റെ PF ബാലൻസ്, ഇത് സാലറിന്റെ അല്ല കേട്ടോ, ഇൻട്രസ്റ്റ് ഏതിനാ കിട്ടുക? സാലറിക്കാ കിട്ടുക. PF ബാലൻസ്, എന്റെ PF ബാലൻസ് ഒരു 10,00,000 രൂപ ഉണ്ട് എന്ന് കരുതുക. 10,00,000 രൂപ ഉണ്ട് എന്ന് കരുതുക. എനിക്ക് ആ ഒരു വർഷം PF കിട്ടിയതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, PF ബാലൻസ് പറഞ്ഞാൽ 10,00,000 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എംപ്ലോയിന്റെയും ഒക്കെ കോൺട്രിബ്യൂഷൻ കൂട്ടിയതാണ് 10,00,000.
അതില് അപ്പൊ ടോട്ടൽ 9% മുകളിൽ വന്നാൽ നമുക്ക് നോക്കിയാൽ മതി. അതില് നമുക്ക് മനസ്സിലാക്കാം എനിക്ക് PF ഇൻട്രസ്റ്റ് കിട്ടിയത് 1,20,20,000 രൂപയാണ്. 1,20,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. 1,20,000 രൂപ ഇൻട്രസ്റ്റ് എനിക്ക് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കമന്റ് ബോക്സിൽ കിട്ടേണ്ട ആൻസർ ടാക്സബിൾ ആയിട്ടുള്ള PF ഇൻട്രസ്റ്റ് എത്ര? PF ഇൻട്രസ്റ്റ് എത്ര? ടാക്സബിൾ PF ഇൻട്രസ്റ്റ് 9.5% കൂടുതൽ എന്ത് കിട്ടിയോ അതായിരിക്കും എക്സംപ്റ്റ്. അല്ല സോറി, അതായിരിക്കും ടാക്സബിൾ. 9.5% വരെ ടാക്സ് കൊടുക്കണം. 2.5 എന്ത് സാധനം എമൗണ്ട് ആണ് എനിക്ക് കിട്ടേണ്ടത്. ടാക്സബിൾ PF ആ ഇൻട്രസ്റ്റിൽ വരുന്ന എമൗണ്ട് എത്രയായിരിക്കും ടാക്സബിൾ ആവുക? $25,000 എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം 1,00,000ന്റെ 10,00,000ന്റെ 9% എന്ന് 9.5% എന്ന് പറഞ്ഞാൽ 95,000 രൂപയാണ്. ഈ 95,000 എക്സംപ്റ്റ് ആണ്. 95,000-നെക്കാളും എന്ത് കിട്ടിയോ അത് ടാക്സബിൾ ആണ്. 1,20,000 മൈനസ് 95,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? 25,000 ആണ്. ഈ 25,000 ടാക്സബിൾ ആണ്. ഓക്കെ ആണോ അല്ലേ? കമന്റ് ചെയ്യടോ. ഓക്കെ ആണോ അല്ലേ എന്ന് കമന്റ് ചെയ്യാം. യെസ്, ഇതാണ് ഇനി ഈ എമൗണ്ട് മുഴുവൻ നമുക്ക് റിട്ടയർമെന്റ് സമയത്ത് കിട്ടും. ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഫുള്ളി എക്സംപ്റ്റ് ആണ്. റിട്ടയർമെന്റ് സമയത്ത് കിട്ടുന്നത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. യെസ്, അത്രേ ഉള്ളൂ. ഇതാണ് ഇമ്പോർട്ടന്റ്. നല്ല പോലെ ശ്രദ്ധിക്കുക. ഇതാണ് ഇമ്പോർട്ടന്റ്. ബാക്കിയൊന്നും എക്സാമിൽ ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എല്ലായിടത്തും എക്സംപ്റ്റ് ആയതുകൊണ്ട് ഫുൾ 0 ഇട്ടാൽ മതി. ഓക്കെ, ഇനി അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എംപ്ലോയറുടെ സ്വന്തമായിട്ട് അയാൾ സ്വന്തമായിട്ട് ഒരു പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് എമൗണ്ട് ഇടാണ്, അതിലേക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയിന്റെ സാലറിയിൽ ഓൾറെഡി സാലറി പെടും. ATC ഡിഡക്ഷൻ കിട്ടൂല. എന്തുകൊണ്ടാണ് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞത്? ഇയാളെ ബേസിക് പേയിലും ഇയാളെ DAയിലും ഒക്കെ എന്തുന്നുണ്ട്? ഇൻക്ലൂഡഡ് ആണ്. ഇനി സെപ്പറേറ്റ് വേറെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ATC ഡിഡക്ഷൻ നമുക്ക് കിട്ടൂല. ഇനി അതേ സമയം നോക്കുക, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഇതിന്റെ ഇൻട്രസ്റ്റുകൾ ഉണ്ട്. ഇതൊന്നും എംപ്ലോയിന്റെ കയ്യിലല്ല കിട്ടുന്നത്. ആരുടെ കയ്യിലാണ് കിട്ടുന്നത്? ഇതെല്ലാം എംപ്ലോയർ അയാളുടെ സ്വന്തമായിട്ടുള്ള ഒരു അക്കൗണ്ടിലല്ലേ ചെയ്യുന്നത്. അപ്പൊ എംപ്ലോയിക്ക് ആ സമയത്തൊന്നും ടാക്സ് കൊടുക്കണ്ട. പക്ഷേ റിട്ടയർമെന്റ് സമയത്ത് കിട്ടുന്ന എല്ലാത്തിനും ടാക്സ് കൊടുക്കണം. ഇതെന്താ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞേ? അത് ഇവിടെ ഓൾറെഡി ടാക്സ് കൊടുത്തിട്ടുണ്ട്. കാരണം ബേസിക് പേയിലും DAയിലൊക്കെ വന്നതുകൊണ്ട് TDS ഡിഡക്ഷൻ റേറ്റ് കിട്ടിയിട്ടില്ല. എന്നാൽ റിട്ടയർമെന്റ് ഒരു സമയത്ത് ഇയാളെ കയ്യിൽ ഇത് ആക്ച്വലി കിട്ടും. അപ്പോഴേ കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളും ഇല്ലാതെ കിടക്കുന്നതായതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ സാലറിയിൽ വരും, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റും സാലറിയിൽ വരും. പക്ഷെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക. കാരണം എന്താ? എംപ്ലോയിന്റെ കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റ് അതിന് എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല. എന്നാൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനിൽ വരുന്ന പൈസ എംപ്ലോയി റിലേഷൻഷിപ്പിൽ വരുന്നതായതുകൊണ്ട് തന്നെ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റും സാലറിയിലാണ് ടാക്സ് കൊടുക്കേണ്ടത്. ഇതും സാലറി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. കാരണം എന്താ? സാലറി കാൽക്കുലേഷൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. റിട്ടയർമെന്റ് സമയത്ത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് കിട്ടിയാൽ എന്താണ്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ റിട്ടയർമെന്റ് സമയത്ത് ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റും എംപ്ലോയറുടെ ഇൻട്രസ്റ്റും റിട്ടയർമെന്റ് സമയത്ത് സാലറിയിൽ ടാക്സബിൾ ആണ്. ഇനി എംപ്ലോയിന്റെ കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ടാക്സബിൾ ആണ്. പക്ഷെ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. ഈ എമൗണ്ടിന് എന്തില്ല? എംപ്ലോയി റിലേഷൻഷിപ്പ് ഇല്ല. സാലറിയിൽ ടാക്സ് കൊടുക്കണമെങ്കിൽ എംപ്ലോയി റിലേഷൻഷിപ്പ് വേണം.
അപ്പൊ മനസ്സിലാക്കുക ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ടാക്സ് ഒന്നും വരാതിരുന്നത് ആദ്യ സമയത്ത് ഇത് എംപ്ലോയറെ കയ്യിലുള്ള എംപ്ലോയർ അക്കൗണ്ട്, അത് അയാൾക്ക് കിട്ടുന്ന ഒരു ഉറപ്പില്ല, നിയമപരിരക്ഷ ഇതിനില്ല ഒരു പരിധി വരെ, അതുകൊണ്ട് ടാക്സ് കൊടുക്കണ്ട. പക്ഷേ ഇയാളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലായതുകൊണ്ട് തന്നെ എല്ലാം ടാക്സബിൾ ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് ടാക്സബിൾ ആവാത്തത്? ഇത് എക്സംപ്റ്റ് അല്ല, കാരണം ഓൾറെഡി ഇവിടെ ടാക്സ് കൊടുത്തിട്ടുണ്ട്. കാരണം ബേസിക് പേയിലൊക്കെ ഓൾറെഡി ഇൻക്ലൂഡ് ആയി, അതിന് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു, ATC ഡിഡക്ഷനും ഇല്ലാത്തതുകൊണ്ട് ഇതിന് ഓൾറെഡി ടാക്സ് കൊടുത്തതാ. ഇഗ്നോർ എന്ന് പറഞ്ഞാൽ എന്താ? ഇഗ്നോർ ചെയ്ത് പറഞ്ഞാൽ തൊടണ്ട എന്നല്ല അർത്ഥം. അത് ഓൾറെഡി അയാളെ കയ്യിൽ നിന്ന് എടുത്ത പൈസ എടുത്ത് കൊടുക്കില്ല, അത് ഓൾറെഡി നമ്മൾ ബേസിക് പേയിൽ ഇൻക്ലൂഡ് ചെയ്ത സാധനല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് അടിക്കുക. തംസപ്പ്. ഞാൻ വീണ്ടും പറയുന്നു, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണ് നിങ്ങൾ നോക്കേണ്ടത്. എക്സാമിന് ഇതാണ് ചോദ്യം വരിക. പെട്ടെന്ന് കേട്ടോ. ആളുകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വോയിസിൽ വരിക, എന്നാലേ എനിക്ക് തീർക്കാൻ കഴിയുള്ളൂ. ഇനി അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്താ? സൂപ്പർ ആനുവേഷൻ ആർക്കെങ്കിലും അറിയോ? സൂപ്പർ ആനുവേഷൻ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിസിൽ വന്ന് പറയാവുന്നതാണ് അറിയുമെങ്കിൽ. റിട്ടയർമെന്റും സൂപ്പർ ആനുവേഷനും തമ്മിൽ എന്താണ് മാറ്റം എന്നുള്ളതാണ്. അറിയില്ല. ഓക്കെ. നോർമലി നമുക്കറിയാം റിട്ടയർമെന്റ് സാധാരണ അവനവന്റെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അന്നായിരിക്കും റിട്ടയർമെന്റ് ഉണ്ടാവുക. എന്നാൽ ചില ഡിപ്പാർട്ട്മെന്റുകളില് വർഷം കഴിഞ്ഞാലും ഡേറ്റ് ഓഫ് ബർത്തിന്റെ അന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അടുത്ത വർഷം മാർച്ച് 31 വരെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ ഏറെ വരുന്ന ഈ ഒരു പീരീഡിനെയാണ് സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത്. റിട്ടയർമെന്റ് വേണമെങ്കിൽ ഇവിടെ റിട്ടയർ ചെയ്യുക, അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷൻ എടുത്തിട്ട് മാർച്ച് 31 റിട്ടയർ ആവാൻ പറ്റും. അത് ടീച്ചേഴ്സിൻ്റെതൊക്കെ കണ്ടിട്ടുണ്ടാവും. ടീച്ചേഴ്സ് റിട്ടയർ ആവുന്നത് പലപ്പോഴും സ്കൂൾ പൂട്ടുന്ന സമയത്താണ്. അതെന്തുകൊണ്ടാ? കുട്ടികൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ടീച്ചർ മാറുക എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് അവരുടെ ആ ഒരു ഇതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ വേണമെങ്കിൽ റിട്ടയർമെന്റിന്റെ ഡേറ്റിന് എടുക്കുക, അല്ലെങ്കിൽ അവർ ആ സൂപ്പർ ആനുവേഷൻ കംപ്ലീറ്റ് ചെയ്ത്. ഓക്കെ. അപ്പൊ സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാലും ഇതേപോലുള്ള സംവിധാനം തന്നെയാണ്. എംപ്ലോയ്മെന്റ് സമയത്ത് ആർക്കെങ്കിലും സൂപ്പർ ആനുവേഷൻ ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളതാണ്. ആദ്യം അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊക്കെ എക്സംപ്റ്റ് തന്നെയാണ്. ഇത് പിന്നെ സാധാ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഒരു വർഷത്തിൽ 7,50,000 കൂടുതൽ ഉണ്ടെങ്കിൽ ടാക്സബിൾ ആണ്. 7,50,000 താഴെ റിട്ടയർമെന്റ് ഫണ്ട് തന്നെയാണ്. റിട്ടയർമെന്റ് ഫണ്ട് തന്നെ ഇതേപോലെ സൂപ്പർ ആനുവേഷൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകുന്ന ഒരു ഫണ്ട് തന്നെയാണ്. ഓക്കെ. അപ്പോ ഇവിടെ എംപ്ലോയ്മെന്റ് സമയത്ത് അതിൽ എംപ്ലോയിക്ക് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് എമൗണ്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ഇഗ്നോർ ചെയ്യണം, ATC ഡിഡക്ഷൻ ഉണ്ട്. എക്സംഷൻ എത്രയാണ്? 7,50,000 വരെ എക്സംഷൻ ആണ്. ആരുടെ? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. ഇൻട്രസ്റ്റ് രണ്ടുപേർക്കും എക്സംപ്റ്റ് ആണ്. ഇനി റിട്ടയർമെന്റ് സമയത്ത് ഇത് ഒന്നിച്ച് ബൾക്ക് കിട്ടും, അതും ഫുള്ളി എക്സംപ്റ്റ് ആണ്. അത്രേ ഉള്ളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ടത്, എംപ്ലോയറുടെ അടുത്തുനിന്ന് നമ്മൾ സർവീസിലിരിക്കെ
ഒരു വർഷം സൂപ്പർ ആനുവേഷൻ ഫണ്ട് PF ഒക്കെ പോലെ സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് 7,50,000 കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു വർഷത്തില് അത് ടാക്സബിൾ ആണ്. 7,50,000 വരെ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരൊറ്റ ടേബിൾ ആക്കാൻ പറ്റും. അപ്പൊ കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഞാൻ അത് ആക്കിയിട്ടില്ല, നിങ്ങൾ സ്വന്തം ആക്കിയിട്ട് അത് ആരെങ്കിലും ഒക്കെ ആക്കുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഇതൊന്നുമില്ല, ഇതേ ഹെഡിങ് തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. അപ്പൊ അത് RPF UPF എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു കോലത്തിലുള്ള ഒരു PDF ആക്കിയാൽ മതി. ഇനി അൺഅപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ആണെങ്കിൽ, അൺഅപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഏതുപോലെയാണ്? അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് പോലെയാണ്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് പോലെയാണ്. അൺഅപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് ഇനി സെപ്പറേറ്റ് പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതുള്ളത്. ഓക്കെ. എംപ്ലോയ്മെന്റ് സമയത്ത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഇഗ്നോർ ചെയ്യുക, കാരണം ഓൾറെഡി ബേസിക് പേയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഡിഡക്ഷൻ കിട്ടുമോ? ഡിഡക്ഷൻ കിട്ടൂല. ഇനി ഇതിനൊക്കെ ആരുടെ കയ്യിലാ? എംപ്ലോയറുടെ കയ്യിലാ. അൺഅപ്രൂവ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ എക്സംഷൻ ഉണ്ട്. കാരണം എന്താ? കിട്ടിയിട്ടില്ല. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇഗ്നോർ ചെയ്യണം. കാരണം എന്താ? ഇത് ഓൾറെഡി ടാക്സിൽ പോയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ടാക്സബിൾ ആണ്. അത് എവിടെ ടാക്സബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റും സാലറിയിൽ വരും. എംപ്ലോയിന്റെ കോൺട്രിബ്യൂഷന്റെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരും. ഓക്കെ ആണെങ്കിൽ എല്ലാം തംസപ്പ് അടിക്കുക. ഞാന് ഇനിയുള്ള ഒരു 2-3 ദിവസത്തെ ക്ലാസ് ഒരുപാട് ടൈം എടുക്കൂല, കാരണം കുറെ തിയറികളാ പറയാനുള്ളത്. അതൊരു 30-35 മിനിറ്റിൽ ഞാൻ അവസാനിപ്പിക്കും. ഓക്കെ, 45 മിനിറ്റ് വരെ പോകൂല. അത് നല്ലപോലെ ഓരോ ദിവസവും കേട്ട് സെറ്റ് ആവുക. കാരണം ഇതിന്റെ പ്രോബ്ലം ഇനി എല്ലാം കൂടെ കൂടിയിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്ക് വരിക. ഓരോന്ന് പ്രോബ്ലം നമുക്ക് ഉണ്ടാവില്ല, എക്സാമ്പിൾസ് പറയാന്നല്ലാതെ. ഓക്കെ, അത് ഞാൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൻ്റെത് കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, ബാക്കി എല്ലാം നോക്കിയിട്ടെടുക്കുക. ഓക്കെ, അൺഅപ്രൂവ്ഡ് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VRS ആണ്, വളണ്ടറി റിട്ടയർമെന്റ് സ്കീം കോമ്പൻസേഷൻ. വളണ്ടറി റിട്ടയർമെന്റ് ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇതും എന്താണ്? ലീസ്റ്റ് ഓഫ് നമ്മൾ പറയാൻ പോകുന്ന 4 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ആണ് VRSന്. എന്താ VRS എന്ന് പറഞ്ഞാൽ എന്താടാ? VRS എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് വോയിസിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? VRS എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? SBI SBT ഒക്കെ മെർജ് ചെയ്ത സമയത്ത് കുറെ VRSകൾ ഉണ്ടായിരുന്നു. SBI SBTകൾ മെർജ് ചെയ്ത സമയത്ത് വളണ്ടറി റിട്ടയർമെന്റ് എടുക്കുക. വയസ്സാകുന്നതിന് മുന്നേ റിട്ടയർ ചെയ്യുക, സർവീസ് തീരുന്നതിന് മുൻപേ റിട്ടയർ ചെയ്ത് പോവുക. അതാണ് VRS. ആ സമയത്ത് ഒരു നല്ലൊരു കോമ്പൻസേഷൻ കിട്ടും. അതിന് എത്രയാണ് എക്സംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 5 ലക്ഷം, എമൗണ്ട് ആക്ച്വലി റിസീവ്ഡ് മറ്റൊരു എമൗണ്ട്. വേറെ 2 കാര്യമുണ്ട്. സാലറി പെർ മന്ത് ഇൻറ്റു 3 മന്ത്, അതായത് സാലറി പെർ മന്ത് ഇൻറ്റു 3 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സാലറി. ഇതെന്താ സംഭവം? നമ്മള് ഗ്രാറ്റുവിറ്റി ഒക്കെ നോക്കിയില്ലായിരുന്നോ? 15/26 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. അപ്പൊ കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസിന് 1/2 മാസത്തെ സാലറി എന്നാ പറഞ്ഞത്. എന്നാൽ ഇവിടെ കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസിന് 3 മാസത്തെ സാലറി, അത്രേ ഉള്ളൂ. അപ്പൊ സാലറി പെർ മന്ത് ഇൻറ്റു 3 എന്ന് മതി. ഇൻറ്റു 3 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ഇൻറ്റു 3 മന്ത് എന്ന് കൊടുത്തത് അത് ആക്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊടുത്തതാ, 3 മന്തിന്റെ കാൽക്കുലേഷൻ ആയതുകൊണ്ട്. ഇനി കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ആണെങ്കിൽ എന്റെ ചോദ്യം എല്ലാവരും കമന്റ് ബോക്സിൽ വരിക, 25 വർഷവും 4 മാസം ഉണ്ടെങ്കിൽ എത്ര വർഷമാണ് കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എല്ലാവരും കമന്റിൽ വരിക. 25 വർഷവും 4 മാസം ആണെങ്കിൽ എത്ര കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, 25 വർഷവും 8 മാസമാണെങ്കിൽ എത്രയാണ് എടുക്കേണ്ടത്? അടുത്തത് 28 വർഷം 8 മാസമാണെങ്കിൽ 25 നിന്ന് ടൈപ്പ് ചെയ്യാൻ നിർത്തുക. അടുത്തത് എത്രയാണ് എടുക്കേണ്ടത്? 25 വർഷം 8 മാസമാണെങ്കിൽ എത്ര എടുക്കണം?
എത്ര എടുക്കണം? എത്ര എടുക്കണം? എത്ര എടുക്കണം? കംപ്ലീറ്റഡ് ഓഫ് സർവീസ് 28 വർഷം 25 വർഷം 8 മാസമാണെങ്കിൽ എത്ര എടുക്കണം? പെട്ടെന്ന് പറഞ്ഞോളൂ, എത്ര എടുക്കണം? കമന്റ് ബോക്സ് ഇനിയും എഴുതാനുള്ളവർക്ക് കേട്ടോ, മാറ്റാനുള്ളവർക്ക് മാറ്റും ചെയ്യാം. ഇഗ്നോർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷം 8 മാസമാണെങ്കിലും 25 എടുക്കാൻ പാടുള്ളൂ. 25 എടുക്കാൻ പാടുള്ളൂ. ഫ്രാക്ഷൻ ഒഴിവാക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. റൗണ്ട് ഓഫ് നോട്ട് അലൗഡ്. റൗണ്ട് ഓഫ് നോട്ട് അലൗഡ്. യെസ് യെസ്. അപ്പൊ നോക്കുക, ഇത് മനസ്സിലായില്ലേ? ഈ പോയിന്റ് മനസ്സിലായില്ലേ? എല്ലാവരും ഒന്ന് ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. സാലറി പെർ മന്ത് ഇൻറ്റു 3 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ഫ്രാക്ഷൻ എടുക്കൂല. ഓക്കെ, ഇനി ഇതേ ഉള്ളൂ, ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. എത്രയാണോ സാലറി പെർ മന്ത് ഇൻറ്റു സർവീസിൽ ഇനി എത്ര മാസം ബാക്കിയുണ്ട്, വർഷമല്ല, എത്ര മാസം ബാക്കിയുണ്ട്, ആ മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ എത്രയാണോ സാലറി, അതിൽ ഇനി സർവീസിൽ എത്ര മാസം ബാക്കിയുണ്ട്, ഇയർ അല്ല കേട്ടോ, എത്ര മാസം ബാക്കിയുണ്ട് നോക്കുക. ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അതാണ് എക്സംഷൻ കിട്ടുക. അപ്പൊ ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് പ്ലസ് DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പ്ലസ് ടേൺ ഓവർ ബേസ്ഡ് കമ്മീഷൻ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ കൊടുക്കാം. ഇത് എല്ലാവർക്കും ക്ലിയർ അല്ലടാ? ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്രത്യേകം പെട്ടെന്ന് പറയാം. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 5 ലക്ഷം. ആക്ച്വൽ എമൗണ്ട് 3 month സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ആണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇത് സാലറി പെർ മന്ത് ഇൻറ്റു നമ്പർ ഓഫ് റിമൈനിങ് മന്ത്സ് ഓഫ് സർവീസ്. ഒരാൾക്ക് റിട്ടയർ ചെയ്യേണ്ടത് 2028 മാർച്ച് 31 നേടുക. ഇയാള് 2025 സെപ്റ്റംബറിൽ റിട്ടയർ ആയി, VRS എടുത്തു. സെപ്റ്റംബർ 30 VRS എടുത്തു. അപ്പൊ എത്ര മാസം ഉണ്ട്? 2025 നോക്കുക. 25 എത്ര മാസം ഉണ്ട്? ഒക്ടോബർ, നവംബർ, ഡിസംബർ, 3 മാസം. 26 12 മാസം. 27 12 മാസം. 28 3 മാസം. ഇത്രയും മാസം ഉണ്ട്. ഈ മാസങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് സാലറി പെർ മന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഉദ്ദേശം. ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ. ഓക്കെ അല്ലേ? എടാ, ഈ 10-26 ആളുണ്ടായിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ എന്താ പരിപാടി? യെസ്. അപ്പൊ VRS ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ എന്ത് ചെയ്യാം. ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾ തന്നെ എല്ലാം പറയാം. ഒരാള് മിസ്റ്റർ എക്സ് ആയിക്കോട്ടെ. മിസ്റ്റർ എക്സ് VRS എടുത്തു. VRS കോമ്പൻസേഷൻ റിസീവ് ചെയ്തത് 8 ലക്ഷം രൂപയാണ്. 8 ലക്ഷം രൂപയാണ് VRS കോമ്പൻസേഷൻ എടുത്തത്. ഇയാളുടെ സാലറി ഡീറ്റെയിൽ ബേസിക് പേ ഉള്ളത് 25,000 രൂപ പെർ മന്ത് ആണ്. DA ഉള്ളത് 12,000 പെർ മന്ത് ആണ്. അതിൽ 50% റിട്ടയർമെന്റ് ബെനിഫിറ്റിനുള്ളതാണ്. റിട്ടയർമെന്റ് ബെനിഫിറ്റ് 50%. അതുപോലെ തന്നെ ഇയാൾ നടത്തുന്ന സെയിൽസ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. കമ്മീഷൻ കിട്ടുക 7%. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇയാള് VRS എടുത്തത് 2024 ഓഗസ്റ്റ് 31. ഇയാളെ റിട്ടയർമെന്റിന്റെ ഡേറ്റ് 2025 മാർച്ച് 31. ഇത്രയേ ഉള്ളൂ ഡീറ്റെയിൽസ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ നോക്കുക.
മിസ്റ്റർ എക്സ് ആണ് VRS എടുത്തു, റിസീവ് ചെയ്ത എമൗണ്ട് VRS കോമ്പൻസേഷൻ കിട്ടിയത് 8 ലക്ഷമാണ്. ഇയാൾ എന്നാണ് പിന്നെ VRS എടുത്ത ഡേറ്റ്? നമ്മുടെ 2024-25 2024 ഓഗസ്റ്റ് 31 റിട്ടയർമെന്റ് മാർച്ച് 31. ബേസിക് പേ 25,000, DA 15,000, അതിൽ 50% റിട്ടയർമെന്റ് ബെനിഫിറ്റിനുള്ളൂ. സെയിൽസ് 1 ലക്ഷം ഉണ്ട്, കമ്മീഷൻ 7% കിട്ടും. ഇതാണ് കണക്ക്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം എനിക്ക് കിട്ടേണ്ട ആൻസർ ആക്ച്വൽ എമൗണ്ട് HRA കിട്ടിയ ആക്ച്വൽ VRS എത്ര റിസീവ് ചെയ്തത്, VRS റിസീവ്ഡ് എത്രയാണ്? കമന്റ് ചെയ്തോളൂ. VRS റിസീവ്ഡ് എത്രയാണ്? പെട്ടെന്ന് സ്പീഡാക്കുക. 9:45 എത്ര പെട്ടെന്ന് സ്പീഡാക്കണേ. 8 ലക്ഷം, അതിൽ ഡൗട്ട് ഒന്നുമില്ല. രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാണ്? സ്പീഡാക്കുക. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എത്രയാണ്? 5 ലക്ഷം. മൂന്നാമത്തത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? സാലറി പെർ മന്ത് ഇൻറ്റു, ഇതിലൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടല്ലോ. ഇയാളെ സർവീസ്, ഇയേഴ്സ് ഓഫ് സർവീസ് നമുക്ക് എന്തെടുക്കാം? 26 വർഷവും 11 മാസവും. 26 വർഷം 11 മാസം. സാലറി പെർ മന്ത് ഇൻറ്റു 3 month ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ഇതൊന്ന് കമന്റ് ചെയ്തേ. ആദ്യം സാലറി പെർ മന്ത് ഒന്ന് കമന്റ് ചെയ്തോളൂ. സാലറി പെർ മന്ത് എത്രയാന്ന് കമന്റ് ചെയ്തോളൂ. സാലറി പെർ മന്ത് എത്രയാണെന്ന് കമന്റ് ചെയ്തോളൂ. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ മതി. എത്ര പറഞ്ഞോളൂ. $44,000 ആണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ അഭിപ്രായമുള്ളത്? 44,000 എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ അല്ലേന്ന് ഒന്ന് പറ. 44,000 ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ അല്ലേ? അതൊന്നും പറയണില്ല. ഇതില് 6,000 എടുക്കാൻ പറ്റുള്ളൂ. റിട്ടയർമെന്റ് ബെനിഫിറ്റിന് എത്രയേ ഉള്ളൂ? ഇതേ ഉള്ളൂ. അപ്പോ 38,000 വരാൻ പാടുള്ളൂ. ഓക്കെ, 38,000. ഓക്കെ, ഇനി അടുത്ത കമന്റ് ചെയ്തോളൂ. 38,000 ഇൻറ്റു 3 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ് എത്ര? 26 വർഷം 11 മാസം. കമന്റ് ചെയ്യാം, എത്രയാണെന്ന് കമന്റ് ചെയ്യാം. 26. ഇതിന്റെ ആൻസർ എത്രയാടാ വരിക? 38,000 ഇൻറ്റു 3 ഇൻറ്റു 26 എത്ര വരിക? $38,000 ഇൻറ്റു 3 ഇൻറ്റു 26. $29,64,000. ഓക്കെ, നാലാമത്തത് എന്താണ്? ലാസ്റ്റ് സാലറി പെർ മന്ത് ഇൻറ്റു റിമൈനിങ് മന്ത്സ് ഇൻ സർവീസ്. സാലറി പെർ മന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 38,000 ആണ്. ഇൻറ്റു റിമൈനിങ് മന്ത്സ് എത്രയാണ്? റിമൈനിങ് മന്ത്സ് എത്രയാണ്? ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്രയാണ്? 7 ആണ്. 38,000 ഇൻറ്റു എത്ര? 2,66,000. യെസ്, 2,66,000.
2,66,000. ഓക്കെ, ഇതിലെ ലീസ്റ്റ് എമൗണ്ട് എത്ര? ഇതിലെ ലീസ്റ്റ് എമൗണ്ട് എത്ര? ഇതിലെ ലീസ്റ്റ് എമൗണ്ട് എത്ര? ഇതാണ് ലീസ്റ്റ് എമൗണ്ട്. അപ്പൊ എക്സംഷൻ 2,66,000 ആണ്. എമൗണ്ട് കിട്ടിയത് 8 ലക്ഷമാണ്. 8 ലക്ഷമാണ്. അപ്പോ ബാലൻസ് എന്താണോ അത് ടാക്സബിൾ ആണ്. 5,34,000 അല്ലേടാ വരാ? 5,34,000 അല്ലേ ടാക്സബിൾ വരാ? യെസ്, ഇതാണ് കണക്ക്. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇതൊക്കെ ഗ്രാജുവേറ്റിയും HR ഒക്കെ മനസ്സിലാക്കുന്നതോട് കൂടെ തന്നെ ഇത്തരം കാൽക്കുലേഷൻസ് വന്നാൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക. എക്സംഷൻസ് ഒക്കെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായാൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? നമുക്ക് തൽക്കാലം ഇന്നിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം.